ഡോക്ടർ ജിൻഡോ ജോൺ, ഹരീഷ് പറയുന്നത് ഹരീഷിൻ്റെ നിയമവ്യവസ്ഥയിലുള്ള ഇടപെടലിൽ നിന്നുള്ള തൻ്റെ അനുഭവം വെച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പോലീസ് എന്നത് ഏത് സർക്കാർ വന്നാലും അത് വളരെ കെട്ടുറപ്പുള്ളൊരു സംവിധാനമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഒരിക്കലും തങ്ങളിൽ ഒരാളെ ഏതെങ്കിലും രീതിയിൽ ചതിക്കാനോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന തരത്തിലൊരു നിലപാടെടുക്കാനോ ഒന്നും സാധാരണ രീതിയിൽ അവിടെ നിന്ന് എന്തെങ്കിലും വരുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അതിപ്പോൾ ഏത് സർക്കാരിൻ്റെ കാലത്തായാലും അങ്ങനെയാണ്. ഇപ്പോൾ ഹരീഷ് പറഞ്ഞു നിർത്തിയതുപോലെ എത്ര വലിയ ആരോപണം നേരിട്ടുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു സർക്കാർ കഴിയുമ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ അവിടെ തിരിച്ചു കയറുന്നതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം, അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ വീഴ്ചയ്ക്ക് തുടക്കം കുറിച്ച ഒരു യാത്രയായിരുന്നു ആ നവകേരള യാത്ര. അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്, അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഇന്ന് കോടതിക്ക് മുന്നിൽ വരെ എത്തിയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ADGPയുടെ പേര് MR അജിത് കുമാർ എന്ന പേരില്ലാത്തൊരു റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിലേക്ക് പോയിട്ടുള്ളത്. നിലവിൽ അത് മൊഴിയുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയുന്നു. ഇതിൽ ADGP MR അജിത് കുമാർ എന്ന വ്യക്തി, നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എത്ര ആരോപണങ്ങൾ വന്നു, അപ്പോഴൊന്നും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ നിന്ന് മാറി അപ്പുറത്തേക്ക് പോകും, അത്രമാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഈ പോലീസ് സംവിധാനത്തിനുള്ളിൽ നിന്ന് സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ശ്രീജ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറഞ്ഞതിൽ എനിക്കൊരു കറക്ഷനുണ്ട്. ഏത് സർക്കാർ ഭരിച്ചാലും എത്ര ഉന്നത ഉദ്യോഗസ്ഥനായാലും എന്ത് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കപ്പെടും എന്നുള്ളതിന് ഒരൊറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ മറുപടി പറയാം. ADGP ആണെന്ന് വിചാരിക്കുന്നു, P. വിജയൻ. അദ്ദേഹം ഒരു കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട്, കൊണ്ടുപോയ വണ്ടിയുടെ ടയർ പഞ്ചറായതൊക്കെ ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇതേ ADGP MR അജിത് കുമാറിൻ്റെ ശുപാർശ പ്രകാരം സസ്പെൻഷനിലും മാറ്റി നിർത്തപ്പെട്ടതും കുറേ കാലം നമ്മുടെ മുമ്പിലുണ്ട്. വാർത്തകൾ മനുഷ്യർ മറക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആരെയൊക്കെ ദ്രോഹിക്കണമെന്ന് കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് ADGP MR അജിത് കുമാർ. അതിനുള്ള എല്ലാ പിന്തുണയും കിട്ടിയിരുന്നു പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത്. അതുപോലെ ജോലി രാജിവെച്ച് പോയ സർക്കാർ ഉദ്യോഗസ്ഥരെ, പോലീസിലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടുള്ള ഉദാഹരണങ്ങളും പറയാനുണ്ട്. അപ്പം ഞാൻ അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറയുന്നത് MR അജിത് കുമാറിൻ്റെ ഇതിലുള്ള ഇടപെടലിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കോടതിയുടെ മുമ്പിലും അന്വേഷണ സംവിധാനങ്ങളുടെ മുമ്പിലും എത്തപ്പെടേണ്ടതുണ്ട്. നമ്മളൊക്കെ സംശയിക്കുന്നു. ആ സംശയത്തിന് സാധൂകരണം നൽകുന്ന തെളിവുകളോടെ അക്കാര്യങ്ങൾ അന്വേഷിക്കപ്പെടട്ടെ. ഇവിടെ നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ആലപ്പുഴയിൽ AD തോമസ്, ഇന്നത്തെ MLA, KSU ജില്ലാ പ്രസിഡന്റായിരുന്ന AD തോമസിന്റെ തലയടിച്ച് പൊട്ടിക്കുന്നത് ദൃശ്യങ്ങൾ സഹിതം ലോകത്തിലുള്ള സകല മനുഷ്യരും കണ്ടതാണ്. മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ വന്നതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ അവിടെ കൃത്യനിർവഹണം തടസ്സപ്പെട്ടു. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ മുഖ്യമന്ത്രിയോടൊപ്പം സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തി. അതിനവർക്കെതിരെ നടപടിയെടുക്കണം. അവർ ഈ റോട്ടിൽ കാണുന്ന ചെറുപ്പക്കാരെ തലതല്ലി പൊളിക്കാൻ പോയ നേരത്ത് മുഖ്യമന്ത്രിയെ മറ്റാരെങ്കിലും ആക്രമിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയും? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് സംരക്ഷണം കൊടുക്കേണ്ട ഗൺമാന്മാർ റോട്ടിൽ ആളുകളായിട്ട് തല്ലുണ്ടാക്കുന്ന പണിയല്ല ഏർപ്പെടേണ്ടത്. ഒന്നാമത്തെ കാര്യം, അവിടെ കൃത്യനിർവഹണം അവർ വീഴ്ച വരുത്തി. രണ്ടാമത്തത്, ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയ ഒരു കടയുടെ തിണ്ണയിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ചപ്പോൾ ലോക്കൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. അതിനെതിരെ നടപടി എടുക്കണ്ടേ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇനി ഇവിടെ ക്രൈം ഉണ്ടോ എന്ന് പോലീസിന്റെ മാനുവലിൽ പറയാത്ത, പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഒരു പത്തലും ചുമന്നുകൊണ്ടാണ് ഗൺമാന്മാർ വേറൊരു കാറിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു പത്തൽ ഉപയോഗിക്കാൻ പോലീസിൽ നിർദ്ദേശങ്ങളുണ്ടോ? ഇനി അവരുടെ ആയുധം സ്റ്റോക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, പത്തലല്ല. അവരുടേതായ രീതിയിൽ ബലം പ്രയോഗിച്ചോ മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കുന്ന സമയത്ത് പറ്റിയില്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കാം. പത്തലെടുത്ത് തലയ്ക്ക് തല്ലാനായിട്ട് വേറെ വണ്ടിയിൽ നടക്കാൻ ഇവർക്ക് ആരാണ് ചുമതല കൊടുത്തത്? ഇവിടെ തലയ്ക്ക് അടി നടന്നു എന്നുള്ള കാര്യം അറിയാം. തലയ്ക്കടിക്കുന്നത് അടി കൊണ്ട് മരിച്ചാൽ മാത്രമേ വധശ്രമമാകൂ എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞാൽ എനിക്ക് പുച്ഛത്തോടെ മാത്രമേ ആ കോടതിയെ കാണാൻ പറ്റുള്ളൂ. അത് എനിക്കിതിൻ്റെ നിയമവശം ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് കോടതി ലക്ഷ്യമാണെങ്കിൽ ക്ഷമിച്ചാൽ മാത്രം മതി, അല്ലാതെ എനിക്കൊന്നും അതിൽ പറയാനില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് അടി കൊണ്ട് മരിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് വധശ്രമം ചാർത്തപ്പെടേണ്ടതുണ്ടോ എന്നുള്ള സംശയം ഉന്നയിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു ചെറിയ സംശയം. ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ആ പരാമർശങ്ങൾ ഉണ്ടായതെങ്കിലും ഗൗരവമുള്ളതാണ്. അത് ഒരു ചൂരലും കൊണ്ടാണോ വധശ്രമത്തിന് ഇറങ്ങുന്നത്? രണ്ട്, അങ്ങനെ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? തല ലക്ഷ്യമിട്ടാണോ ഗൺമാന്മാർ മർദ്ദിച്ചത്? പലതവണ ദൃശ്യങ്ങൾ കണ്ടിട്ടും കോടതിക്ക് പ്രതിഷേധക്കാരുടെ തലയ്ക്കടിക്കുന്നത് വ്യക്തമാകുന്നില്ല.
ഇങ്ങനെയുള്ള നിർണായകമായ ചില പരാമർശങ്ങൾ ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തേക്ക് എത്തുമ്പോൾ കോടതിയുടെ ഈ പരാമർശങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. അത് എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ എന്നൊക്കെയുള്ള തരത്തിൽ SIT ഈ വിഷയത്തിൽ പെട്ടെന്ന് വധശ്രമം, അതുവരെ ഇല്ലാത്തൊരു വധശ്രമം പെട്ടെന്ന് അതിൽ കൊണ്ട് ചേർക്കുന്നു. കോടതി ചോദിക്കുന്നു, ജാമ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി കിട്ടുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലല്ലേ ഇത് ചെയ്യേണ്ടത്? അവിടെ SIT പറയുന്നത് പോലെ ഒരു അമിത ആവേശം കാണിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രീജയും കണ്ടിട്ടുണ്ടാവും, ഈ പാനലിൽ ഇരിക്കുന്ന മനുഷ്യനും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. തലയ്ക്കാണ് അടികൊള്ളുന്നത്, അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട്. അവർ പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തില്ല. അവർ കോടതിയിൽ പോയപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു. അപ്പോഴും വേണ്ടത്ര രീതിയിൽ താല്പര്യത്തോടെയല്ല കേസെടുത്തത്. അവസാനം കോടതി SIT രൂപീകരിക്കാമെന്ന് പറഞ്ഞു. അന്നത്തെ സർക്കാർ അത് മൂടി വെച്ചു. അതിനുശേഷം അന്വേഷണം നടത്തി ഈ തലക്കടിച്ച ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു. ക്ലീൻ ചീറ്റ് കൊടുത്തത് ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ ശുപാർശയിലും ഇടപെടലിലുമാണെന്നുള്ള സംശയം നിൽക്കുന്നു. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു, അത്തരത്തിലുള്ള മൊഴിയുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ആ ചെറുപ്പക്കാരുടെ തലയ്ക്ക് അടി കിട്ടി, അവർ ആശുപത്രിയിലായിരുന്നു, അവർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവിടെ 3 കാര്യങ്ങൾ. ചൂരൽ കൊണ്ട് അടിച്ചാൽ മരിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒരായുധവുമില്ല, എൻ്റെ കൈക്കൊരു ഇടി കൊടുത്താൽ ആൾ മരിക്കാമല്ലോ. എത്രയോ കേസുകൾ നമ്മൾ കേരളത്തിലും രാജ്യത്തും ലോകത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ ചൂരൽ ഒരു ആയുധമായിട്ട് തന്നെ കാണാം. ഇവരുടെ കയ്യിൽ ഈ പത്തൽ എങ്ങനെ വന്നു? പോലീസ് ഉപയോഗിക്കുന്ന ലാത്തിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഗൺമാന്മാരുടെ ആയുധമാണോ പത്തല്? അല്ലല്ലോ, ഗൺമാന്മാരുടെ ആയുധം തോക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി തലയ്ക്ക് അടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ ജഡ്ജിമാരായിരിക്കാൻ യോഗ്യരല്ല എന്നാണ് എൻ്റെ നീതിബോധം പറയുന്നത്. കണ്ണിന് കാഴ്ചയുള്ളവർ തന്നെ ജഡ്ജിമാരായിരിക്കണം, അല്ലെങ്കിൽ ചില ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകില്ല. ദൃശ്യങ്ങൾ കാണാൻ താല്പര്യം കാണിച്ചിട്ട് കണ്ടതിന് ശേഷം തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ലോകത്തുള്ള സകല മനുഷ്യരും ചാനലുകളിലൂടെയും മറ്റ് ദൃശ്യങ്ങളിലൂടെയും കണ്ടിട്ടും കാണാത്ത ദൃശ്യങ്ങൾ, ഇതുവരെ കാണാത്ത ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കോടതിയിൽ എനിക്ക് അവിശ്വാസമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിന്റെ നിയമവശം എന്താണെന്ന് അറിയില്ല. ഇനി അടുത്തത്, മുൻവൈരാഗ്യമുണ്ടോ എന്ന്. കണ്ണൂര് DYFIക്കാരും SFIക്കാരും ചെറുപ്പക്കാരെ തല ചെടിച്ചട്ടി കൊണ്ട് പട്ടിക കൊണ്ടൊക്കെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു കൊല്ലാൻ നോക്കിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്നാണ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയും ഈ പ്രവർത്തനം തുടരണമെന്ന് പറയുന്നു. അതിന്റെ പച്ചയിലായിരിക്കും, അതിന്റെ പിന്തുണ ബലത്തിലായിരിക്കാം ഗൺമാന്മാർ ഇത് ചെയ്തത്. അപ്പോൾ മുൻവൈരാഗ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അടുത്ത ഘട്ടത്തിലാണ് ഇത് ദീർഘമായിട്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതി ഇത് പരിഗണിക്കുന്നത്? വിചാരണ കോടതിയിൽ വിചാരണ വേളയിലല്ലേ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുള്ളൂ. തലക്കടിക്കുന്ന കാര്യത്തിൽ ഏത് വകുപ്പ് ചാർത്തണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരല്ലേ തീരുമാനിക്കേണ്ടത്. അവിടെ ജാമ്യം നൽകുമ്പോൾ കോടതിക്ക് മുന്നിൽ വരുന്ന ജാമ്യ അപേക്ഷയിൽ നടക്കുന്ന വാദത്തിൽ സ്വാഭാവികമായും ചില കാര്യങ്ങൾ, ഇവർക്ക് ജാമ്യം കൊടുത്താൽ പ്രശ്നം ഉണ്ടാവോ, തെളിവ് നശിപ്പിക്കോ, ഇതറിയാൻ വേണ്ടി കോടതിക്ക് സ്വാഭാവികമായി എന്തും വിചാരണ വേളയിൽ ചോദിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ജിൻഡോയിലേക്ക് എത്താം. ശ്രീ രാജേഷ് ചിറപ്പാട്, ഞാൻ ഒരൊറ്റ കാര്യം, എനിക്ക് ഒരു കാര്യം കൂടി പൂർത്തിയാക്കിയിട്ട് ഒറ്റ കാര്യം, ഒരു മിനിറ്റ് താഴെ മതി. ഒരു കാര്യം, ഇവിടെ പ്രഥമ ദൃഷ്ട്യ കേസുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കാഴ്ചയുള്ള ഏതൊരു മനുഷ്യർക്കും മനസ്സിലാകും തലയ്ക്കടിക്കുന്നുണ്ടെന്ന്. തലയ്ക്കടി കൊണ്ടാൽ, അടി കൃത്യമായിട്ട് കൊണ്ടാൽ, സ്ഥാനം തെറ്റിക്കൊണ്ടാൽ ആള് മരിക്കുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഏകപക്ഷീയമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യങ്ങൾ പുറത്തു വരുന്നു, അതിലൂടെ കോടതിയുടെ പോലും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് ഒറ്റ ചോദ്യമാണ് എനിക്കുള്ളത്. എങ്ങനെ ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്നൊരു കോടതി സംശയിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന പെൻഡ്രൈവും മെമ്മറി കാർഡും വരെ അതിന്റെ ഹാഷ്ടാഗ് മാറുന്ന രീതിയിൽ പുറത്തു കൊണ്ടുപോയി പരിശോധിക്കാൻ ഇട നൽകപ്പെട്ടത് ഏത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണെന്ന് കൂടി പരിശോധിക്കണം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കണ്ട ദൃശ്യങ്ങളിൽ ആളുകൾ ഈ ദൃശ്യങ്ങൾ എങ്ങനെ കണ്ടു എന്നൊരു കോടതി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു നിഷ്പക്ഷത കുറവുണ്ടെന്നാണ് എന്റെ രാഷ്ട്രീയ ബോധ്യം പറയുന്നത്. ശരി.